വെണ്ട എന്ന് പറയുന്നത്. അപ്പൊ വെണ്ട കൃഷിക്ക് നമ്മൾ പ്രത്യേകിച്ച് പരിപാലനങ്ങളോ കാര്യങ്ങളോ ഒന്നും ആവശ്യമായിട്ട് വരുന്നില്ല. കൃത്യമായ രീതിയിൽ വളങ്ങളോട് കൂടിയ മണ്ണ് ഒരുക്കി കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് ഈ വെണ്ട കൃഷി ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ വെണ്ട കൃഷിയിൽ മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മണ്ണ് നല്ലപോലെ കുമ്മായിട്ട് ഒരു 14 ദിവസം ട്രീറ്റ് ചെയ്തതിന് ശേഷം മണ്ണ് വെട്ടിക്കൂട്ടി അതിനകത്ത് ചാണകപ്പൊടി പിന്നെ നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള ജൈവവളങ്ങൾ ആഡ് ചെയ്ത് മണ്ണ് വെട്ടി ഇളക്കിയതിന് ശേഷം അതിനകത്ത് വിത്ത് കുത്തുകയോ അല്ലെങ്കിൽ തൈ നടുകയോ ചെയ്യാം. തൈ നട്ട് കഴിഞ്ഞാൽ പിന്നീടുള്ള ദിവസങ്ങളിൽ നമ്മളിൽ അവൈലബിൾ ആയിട്ടുള്ള ജൈവവളങ്ങളോ ഒക്കെ ഇതിന്റെ ചുവട്ടിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഇതുപോലത്തുള്ള നല്ല അടിപൊളി റിസൾട്ട് ആയിരിക്കും നമുക്ക് വെണ്ട കൃഷിയിൽ കിട്ടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഓൾ സീസൺ ഒരു വെജിറ്റബിൾ ആണ് വെണ്ട. നമുക്ക് മഴക്കാലത്തും വേനൽക്കാലത്തും ഒരുപോലെ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു ഇനമാണ് വെണ്ട എന്ന് പറയുന്നത്. മഴക്കാലത്താണ് കൂടുതലായിട്ട് വിളവ് തരുന്നെങ്കിലും ജലലഭ്യമായിട്ടുള്ള സമയങ്ങളിൽ നമുക്ക് വേനൽക്കാലത്ത് നല്ലപോലെ വെണ്ട കൃഷി ചെയ്യാവുന്നതാണ്. പിന്നെ കീടനിയന്ത്രണത്തിൽ എപ്പോഴും പുഴുക്കളുടെ ശല്യമാണ് എന്നെ ബാധിക്കുന്നത്. ഇലചുരുട്ടി പുഴുക്കളാണ് വെണ്ട കൃഷിയിൽ ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുന്ന ഒരു കീടം. അപ്പൊ ഇലകൾ ചുരുണ്ടിരിക്കുന്ന കണ്ടാൽ അപ്പം തന്നെ നമ്മളത് പിച്ചി ഒഴിവാക്കി കളഞ്ഞാൽ ഈ ഒരു പ്രശ്നം വരത്തില്ല. അപ്പൊ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും വീട്ടിൽ സിമ്പിൾ ആയിട്ട് വെണ്ട കൃഷി ചെയ്യാം. അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.